പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 16 തീയതി വെള്ളിയാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 വാക്യം. ഐസയ ചാപ്റ്റർ 64 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു: നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. യെശയ്യാ പ്രവാചകനിൽ കൂടി അരുളി ചെയ്യുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ 64 അധ്യായം ആരംഭിക്കുന്നത് തന്നെ അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം, ഭയപ്പെടുത്തത്തക്കവണ്ണം ഉയരത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ ഒരു രംഗപ്രവേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ദൈവം ആരാണ്? ഈ ദൈവത്തിൻ്റെ വലിപ്പം, ഔന്നിത്യം എത്രയോ ശ്രേഷ്ഠമാണ് എന്നത് ജാതികൾ തിരിച്ചറിയത്തക്കവണ്ണം അവിടുന്ന് എഴുന്നള്ളി വരണം. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ട് 4 വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, തന്നെ കാത്തിരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ മറ്റാരുമെങ്ങും കണ്ടിട്ടില്ല. അതെ പ്രിയമുള്ളവരെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് വെള്ളിയാഴ്ച ചില പ്രിയപ്പെട്ടവർ ചില വിഷയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ചില നാളുകളായി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ വിഷയമാകാം, ഭർത്താവിൻ്റെയോ ഭാര്യയുടേതോ, ജോലി സംബന്ധമായി, വിദേശ യാത്ര സംബന്ധമായി, ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ രോഗമായിരിക്കാം, മറ്റ് നിയമക്കുരുക്കുകളോ പ്രതിസന്ധികളോ ആയിരിക്കാം. നിങ്ങളെ വിട്ട് വിദൂരത്തായിരിക്കുന്ന മകനോ മകളോ കുടുംബാംഗങ്ങളോ ചില പ്രതിസന്ധിയിലായിരിക്കുന്നു. അവരുടെ ഒരു ഫോൺ കോൾ ആയിരിക്കാം. എന്തോ പ്രശ്നം നിങ്ങളെ വല്ലാതെ അലട്ടുകയും അവ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ വിടുതലിനായി ദൈവിക മറുപടിക്കായി കാത്തിരിക്കുകയായിരിക്കാം. അതിനുള്ള ഒരു ദൈവിക ആലോചന ഈ പ്രഭാതത്തിൽ പ്രിയ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, താങ്കളോട് ഇന്നത്തെ ജീവജല വാഗ്ദത്ത വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് പങ്കിടുകയാണ്. താങ്കളോട് പറയുകയാണ്, താങ്കൾ ദൈവത്തെ കാത്തിരിക്കുന്നോ? ദൈവത്തിന്റെ മറുപടിക്ക് കാത്തിരിക്കുന്നോ? പ്രാർത്ഥനാ വിഷയത്തിന്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാം, വിശ്വസിക്കാം. ആ വചനം നമുക്ക് ആവർത്തിച്ച് വായിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് പ്രാവർത്തികമാക്കണമേ, അത് അങ്ങനെ തന്നെ ഭവിക്കണമേ എന്ന് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങനെ ഒരു ദൈവത്തെ ആരും ഗ്രഹിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. എന്താണ് ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വളരെ പെട്ടെന്ന് അതിനൊരു ഉദാഹരണം പറയുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ പിതാവിനോടോ വല്യപ്പച്ചനോടോ ഒരു കാര്യം, ഒരു കളിക്കുന്ന ബോളായിരിക്കാം, അല്ലേ ആ കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആയിരിക്കാം, ചോദിക്കുന്നു, പല പ്രാവശ്യം ചോദിക്കുന്നു, കരഞ്ഞു. അവസാനം നമ്മൾ പറയും, കുഞ്ഞെ കരയാതിരി, നാളെ ഞാൻ കടയിൽ പോകുമ്പോൾ നിശ്ചയമായും വാങ്ങിച്ചു തരാം. ആ കുഞ്ഞിന്റെ ഉള്ളിൽ അത് കയറി, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ എനിക്ക് നാളെ പോയിട്ട് വരുമ്പം വാങ്ങിച്ചുകൊണ്ട് തരും. അവന്റെ കരച്ചിൽ സ്വിച്ച് ഓഫ് ആകുന്നത് പോലെ നിൽക്കും. അവൻ ആക്റ്റീവ് ആകും. നാളെ എന്ന ദിവസത്തിന് വേണ്ടി അവൻ കാത്തിരിക്കും. രാവിലെ മുതൽ അവനോട് പറഞ്ഞ ആളിനോട് ചോദിക്കും, പോകുന്നില്ലയോ പോകുന്നില്ലയോ? കാരണം അവന്റെ ഉള്ളിലിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. പക്ഷേ അവന്റെ കരച്ചിൽ നിന്നും അവൻ ആക്റ്റീവായി. എന്താ കാര്യം? അവന്റെ ഉള്ളത്തിൽ അവനൊരു കാര്യം ബോധ്യമായി. എന്റെ പപ്പ, എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു എനിക്കത് വാങ്ങിത്തരും. ഞാൻ ചോദിക്കട്ടെ, ഈ അതിരാവിലെ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയം പറഞ്ഞാൽ നമ്മളെപ്പോലെ ആത്മീയ പാരമ്പര്യമുള്ളവർ ആരുമില്ല. വേദപുസ്തകം താത്തുവെക്കുകയില്ല. മുട്ടുകുത്തിയേ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിച്ചാൽ കേരള എക്സ്പ്രസ് പോകുന്നത് പോലെ 1 മണിക്കൂറാ. ഒക്കെ ശരിയാ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്, ഞാൻ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന് എന്റെ ദൈവം നിശ്ചയമായും എനിക്ക് മറുപടി തരും എന്ന ഉറപ്പോ തിരിച്ചറിവോ ബോധ്യതയോ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നിരാശപ്പെടത്തില്ല, പിറുപിറുക്കുകയില്ല, സംശയത്തിന്റെ വാക്കുകൾ പറയുകയില്ല, പിന്നെ നമ്മൾ അതോർത്ത് വിഷമിക്കത്തില്ല. ഈ പറയപ്പെട്ട എന്തെങ്കിലും നമ്മൾ ആവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇതുവരെ നാം അറിയേണ്ടതുപോലെ, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ, ഞാൻ ഉദാഹരണം പറഞ്ഞ കുഞ്ഞിനെ പോലെ ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ, നാളെ എനിക്കത് കിട്ടും എന്നുള്ള ഉറപ്പോടെ വളരെ സുസ്മേരവദനായി കാത്തിരിക്കും. നമ്മളോ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മുതൽ പിന്നെയും നിരാശയുടെ വാക്കുകൾ, മുഖം തെളിയുകയില്ല, പിന്നെയും കരഞ്ഞും കുത്തിപ്പറഞ്ഞും ഒക്കെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ആരും ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു ദൈവം. മൂന്നാമത് പറയുകയാണ്, ആരും ഇതുവരെ ഇങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. അതെ പ്രിയമുള്ളവരെ, വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങി വരുന്ന ഒരു ദൈവം. പൂർവപിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ഉണ്ടായത്? പത്രോസിനോട് ചോദിച്ചേ, രാത്രിയുടെ 4-ാം യാമത്തിൽ വിളിപ്പുറത്തിറങ്ങി വന്ന യേശു. അതെ, ഇങ്ങനെ ഒരു ദൈവം വേറെ എവിടെയുള്ളൂ? വളരെ ഗൗരവമായി നാം ഓർക്കണം. അതെ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക മാത്രമല്ല, തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുള്ളത്, കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയം അത് നനച്ചിട്ടില്ല. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനവും ഈ വചനവും തമ്മിൽ എത്ര പൊരുത്തമാണ് ഉള്ളത്. അതുകൊണ്ട് വാക്യം പറഞ്ഞ് പറയുമ്പോൾ ആശ്വസിച്ചാൽ മാത്രം പോരാ. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഈ വാക്യങ്ങൾ നമ്മുടെ
ഊന്നുവടിയായിരിക്കണം, ശക്തി കേന്ദ്രമായിരിക്കണം, നമ്മുടെ ആർജവത്തിനും ഊർജത്തിനും കാരണമാകണം. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം ദൈവമക്കളാകുന്ന നമ്മളെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ആരും ഗ്രഹിച്ചിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. ഈ സർവശക്തനായ ദൈവത്തെ കാണുവാൻ, ഗ്രഹിച്ചറിയുവാൻ, ദൈവപ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടുവാൻ, നമ്മുടെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഏത് മനോവിഷമത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും വ്യക്തമായി അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി ഇന്ന് പകൽ ആകാശം കീറി മുറിച്ച് ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. അത് ഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് സ്തോത്രത്തോടെ ദൈവപ്രവൃത്തി കണ്ട് തമ്പുരാന് നന്ദി കരേറ്റുവാനും, അനേകർ അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിപ്പാനും ഇന്നത്തെ ദിനം ഇടയാകട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരവുമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുവെന്ന് യെശയ്യാവിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞങ്ങളത് ഗ്രഹിക്കാതെയും ഞങ്ങളത് തിരിച്ചറിയാതെയും പിറുപിറുക്കുകയും പിന്മാറുകയും ചോദ്യം ചെയ്യുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന കുറവുള്ള, പോരായ്മയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ആയിരിക്കുന്നിടങ്ങളിൽ ഞങ്ങളേവരെയും കാത്തു പരിപാലിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, ഇടപെടട്ടെ. അതേത് അവസ്ഥയിലാണെങ്കിലും, എത്ര ദൂരത്താണെങ്കിലും, എത്ര പഴകിയതോ എത്ര പ്രതിസന്ധി നിറഞ്ഞതോ ആയിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ദൈവം പ്രവർത്തിച്ച് അതിന്മേൽ വിടുതലും വിജയവും അനുഗ്രഹവും നൽകി തന്റെ കൃപയാൽ നമ്മെ ഏവരെയും വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.